പലതും തോന്നിവാസം ചെയ്യും. അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ ശരീഅത്ത്, ആ ശരീഅത്ത് 100% പിന്തുടർന്ന് ജീവിക്കണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും ഇടകലർന്ന് പരസ്പരം മുട്ടിയിട്ടുള്ള പ്രവർത്തനം പാടില്ല. സുഹൃത്തുക്കളെ, ഒരു സ്ഥലത്തും പാടില്ല. ഇപ്പൊ ചിലർക്കൊരു ധാരണയുണ്ട്, രാഷ്ട്രീയത്തിലായാൽ എല്ലാം ഹലാലാകുമെന്ന്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. എന്തേ? ഹറാമിനെ ഹലാലായി അതാ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വന്നാൽ സുബ്ഹാനല്ലാഹ്, കണ്ടുകൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങൾ എന്തൊക്കെയാണ്. എലക്ഷൻ വന്നാൽ പിന്നെ ആണും പെണ്ണും ഇടകലരുന്നതിനൊരു മടിയുമില്ല. ഒരേ സ്റ്റേജിൽ പരസ്പരം കണ്ടുമുട്ടുന്നതിന് മാത്രമല്ല, കൈ തമ്മിൽ മുട്ടുന്നതിന് മടിയില്ല, മുസാഫഹത്ത് ചെയ്യുന്നതിന് മടിയില്ല, എന്തിനധികം പറയണം ഒന്നിച്ചിരിക്കുന്നതിന് മടിയില്ല, സുബ്ഹാനല്ലാഹ് ആലിംഗനം ചെയ്യുന്നതിന് മടിയില്ല. വിജയമോ പരാജയമോ സംഭവിച്ചാൽ അതിന്റെ പേരിൽ റോട്ടിലിറങ്ങി ആണും പെണ്ണും ഒന്നിച്ച് തുള്ളുന്നതിന് മടിയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം മുസ്ലിമീങ്ങൾ പാലിക്കുന്നില്ല. മുസ്ലിമീങ്ങളിൽ പലരും അത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുസീബത്തുകൾ ഓരോന്നോരോന്ന് ഉരുണ്ട് വീഴുകയാണ്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. അതേ, അങ്ങകല യുദ്ധം നടന്നപ്പോൾ ആ യുദ്ധത്തിന്റെ പേരിൽ ആരെല്ലാമാണ് കഷ്ടപ്പെടുന്നത്? എത്ര ഹോട്ടലുകളാണ് പൂട്ടേണ്ടി വന്നത്? ഏതൊക്കെ വീടുകളിലാണ് അടുപ്പിൽ കത്തിക്കാൻ കഴിയാതെ വന്നത്? എത്ര ടൗണുകളിലാണ്, ബാംഗ്ലൂരിലടക്കം പരിശുദ്ധ റമദാനിൽ പാതിരാ സമയത്ത് അത്താഴം ഉണ്ടാക്കാൻ കഴിയാതെ ഗ്യാസില്ലാത്തതിന്റെ പേരിൽ അവില് തിന്നിട്ട് അത്താഴം കഴിച്ച ഒരു മുസ്ലിമീങ്ങളിലില്ലേ? ഓ സഹോദരന്മാരെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ധിക്കാര പ്രവർത്തനങ്ങളിൽ നീങ്ങുമ്പോ റബ്ബിന്റെ വലിയ വലിയ പരീക്ഷണങ്ങളും ശിക്ഷകളും വരുമ്പോൾ നിരപരാധികളടക്കം അതിൽ പെടും. അതാണ് വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ കണ്ടില്ലേ, ഉഹദ് യുദ്ധത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 മഹാന്മാരായ സഹാബികളോട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ, അവിടെ കാവൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു. അവര് ദുരുദ്ദേശക്കാരായിരുന്നില്ല. പക്ഷേ നബിതങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവർ അതിന്റെ അവസരം കഴിഞ്ഞു എന്ന നിലക്ക് താഴോട്ട് വന്നതിനാൽ എത്ര പേരാണ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായത്? എന്തിനധികം പറയണം, ആ വിഷയം കൽപ്പിച്ച നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് തന്നെ പൊട്ടിത്തെറിച്ചില്ലേ? തലക്ക് മുറിവേറ്റില്ലേ? ആരെങ്കിലും ചെയ്യുന്ന അദബുകേടുകൾ, ആരെങ്കിലും ചെയ്യുന്ന തെറ്റുകൾ, അതിന്റെ പേരിൽ അവർക്ക് മാത്രമല്ലല്ലോ പ്രശ്നമുണ്ടാകുന്നത്, മൊത്തം സമൂഹത്തിന് പ്രശ്നങ്ങളല്ലേ? അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ എവിടെയും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമാകണം. ഇനി മറ്റുള്ളവരാരും സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നമ്മൾ നമ്മളുടെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അതെ അദീ സകാത്തൽ ജാഹി ഫലം ബിഅന്നഹാ കമിഥിലി സകാത്തിൽ മാലി തമാനി സാബുഹാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയില്ലേ, സ്ഥാനത്തിന്റെ സകാത്ത് കൊടുക്കണം. സ്ഥാനത്തിന്റെ സകാത്ത് കൊടുക്കണം. സ്ഥാനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് സ്ഥാനങ്ങളുണ്ട്. ചിലർക്കൊരു പ്രദേശത്ത് അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, ചിലർക്കൊരു മഹല്ലത്തിലുണ്ട്, ചിലർക്കൊരു പള്ളിയിലുണ്ട്, ചിലർക്കൊരു മദ്രസയിലുണ്ട്, ചിലർക്കൊരു സ്ഥാപനത്തിലുണ്ട്, ചിലർക്ക് നാട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പല സ്ഥാനങ്ങളുമുള്ളവരുണ്ടാകും. അവരെല്ലാം അവരുടെ സ്ഥാനത്തിന്റെ സകാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കടപ്പാട് വീട്ടണം. കമിഥിലി സകാത്തിൽ മാലി തമ്മാനി സാബുഹാ.
കണക്ക് തികഞ്ഞതിന്റെ സക്കാത്ത് നിങ്ങൾ ധനത്തിൻ്റെത് കൊടുക്കുന്നത് പോലെ അവനവന് സ്വാധീനമുള്ള സ്ഥലത്ത് ആ സ്വാധീനം ഉപയോഗിച്ച് ഹറാമുകളില്ലാതെയാക്കണം. ഹലാലായത് മാത്രമാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അല്ലാഹു തആല നല്ലത് ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സാലിഹീങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക് അവരെ പിന്തുടർന്ന് ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വത്തബി സബീല മൻ അനാബ إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ മഹാന്മാർ അവരെ ഫോളോ ചെയ്ത് ജീവിക്കണം, അവരെ പിന്തുടർന്ന് ജീവിക്കണം. അങ്ങനെയുള്ള മഹാന്മാര് മുഴുവനും പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാണ്. ഒരൊറ്റ വലിയനെയും ശിയാക്കളെ കൂട്ടത്തിൽ നമുക്ക് കാണൂല, ഒരു വലിയനെയും അതേ ഒരു സലഫിയുടെ കൂട്ടത്തിലും കാണൂല, ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കൂട്ടത്തിലും കാണൂല, ഒരു പുത്തൻവാദിയുടെ കൂട്ടത്തിലും ഒരു വലിയനെയും കാണൂല. കാരണം വലിയാകണമെങ്കിൽ ആദ്യം വിശ്വാസം ക്ലിയർ ആകണം. വിശ്വാസം ക്ലിയർ ആയവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം മുറുകെ പിടിച്ച അതിന്റെ അയിമ്മത്തും മുജ്തഹിദുകൾ രേഖപ്പെടുത്തിയതുപോലെ സാലിഹീങ്ങൾ കാണിച്ചു തന്ന വഴിയിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും ശരീഅത്തിന്റെ നിയമമനുസരിച്ച് ക്രമീകരിച്ച് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.